ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ലോഗ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുയിപ്പിലങ്ങാട് ബീച്ചിന്റെ തിരക്കാണ്. ഞായറാഴ്ചകളിലെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തലശ്ശേരി ജില്ല മാത്രമല്ല, കേരളത്തിലെ നാനാതരം ജില്ലകളിൽ നിന്നും ആളുകൾ ഇന്ന് ഇതാ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്താണ് ന്യൂസ്. മൊത്തത്തില് എന്താ പറയാ, എല്ലാ നാട്ടുകാരും ബീച്ചിലാണുള്ളത്. കുറച്ച് ദിവസമായി നമ്മളെ മുയിപ്പിലങ്ങാടിന്റെ വാക്ക് വേ ഉദ്ഘാടനം കഴിഞ്ഞ്. ഇപ്പൊ നോക്കുമ്പോ കേരളത്തിൽ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. ജനങ്ങളെ കൊണ്ട് തിങ്ങി 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 നിറഞ്ഞ് എല്ലാവരും ഉണ്ട്. നമുക്ക് അവിടെ നിർത്തിയിട്ട് അവരോട് വെച്ചോ ചെറിയൊരു കുളി കാച്ചാം. ഇതാണ് സൺഡേ അവസ്ഥ, ബീച്ചിന്റെ അവസ്ഥ. എല്ലാവരും ഉണ്ട്. കുളിക്കുന്ന എല്ലാവരും കുളിക്കുന്ന. ആദ്യ എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അധികം വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങരുതേ. ലൈഫ് ഗാർഡായിട്ട് ഞാനുണ്ട്. ഞാൻ നിയന്ത്രിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രത്യേകത, നമ്മളെ സ്വന്തം ഫർഹയും ഇന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നതാണ്. 1 മാസത്തിന് ശേഷം അവൾ വെള്ളം കാണാൻ പോവുകയാണ്. അടിപൊളി. അപ്പോൾ നമുക്ക് എത്തിയിട്ട് നോക്കാം. അടിപൊളി വ്യൂ, നല്ല കാറ്റ്, സൺസെറ്റ്. നമ്മുടെ ടീം വണ്ടി ഇറങ്ങുന്നുണ്ട്. സംഭവം സെറ്റാണ്. മതി. ചെരുപ്പല്ല ഒരു വെച്ച് ഫോട്ടോ ഫോട്ടോ വെച്ചാൽ ഫാദി എന്താണ് പ്ലാൻ? വെള്ളത്തിലിറങ്ങുന്നുണ്ടോ? വണ്ടി നോക്കണേ. വെള്ളത്തിലിറങ്ങിയിട്ടും കാണാം. വെള്ളത്തിലിറങ്ങുന്നുണ്ടോ? എന്നാ പിന്നെ വേഗം നടന്നു. ഇപ്പൊ ഇരുടാവാനായി. പാചക എന്നാ നമുക്ക് പോയാലോ? ഇത് വന്നോ, ഉമ്മ വാ. ഇത് ഞാൻ കുടിച്ചരാം. അങ്ങനെ ബേബീസ് ഡേ ഔട്ട്. ഫറു വെള്ളത്തിലിറങ്ങുന്നു. അത് ഫോണ് വീണോണ്ടാ. ഫോൺ അടുത്ത് വെച്ചോ കഴിഞ്ഞിട്ട്. ഫോണ് വെള്ളത്തിൽ വീണ പണി പാലിട്ടോ. കേട്ടോ പറഞ്ഞു മാതിരി നോക്കണേ. പറു ഈ സൈഡിലേക്ക്. എന്താണ് ചാടി ചാടി ചാടി. 1 2 3
നല്ല തിരക്കാണിന്ന്. അത്യാവശ്യം അടിപൊളി വൈബ്. നല്ല തിരക്കുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. കൊടുക്കത്തെ തിരക്കാണ്. നല്ല നല്ല തിരക്ക്, നല്ല തിരക്ക്. എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. കാരണം ഫുൾ ബ്ലോക്കാണ്. ഇവരെല്ലാം പോയി എന്തായാലും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളെ പുതിയ ഓപ്പണായ വാക്ഫേ നോക്കിയിട്ട് പോവാം. വാക്ഫേൻ്റെ അവസ്ഥ നോക്കിയിട്ട് പോവാം. ഇഷ്ടം പോലെ ഇതാണ് നമ്മളെ വാക്ക് സ്റ്റാർട്ടിങ്. അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ എന്തായാലും കയറാൻ പ്ലാനില്ല. ഇവിടെ മഞ്ഞ കളറാണ്, പച്ച കളറാണ്. അത് കളറ് മാറി മാറി വരുന്നതാണ്. അടിപൊളിയായി. കടലയല്ലമ്മ, കടലൊക്കെ വേണം. ഇവിടുന്ന് കടലൊക്കെ വാങ്ങിയിട്ട് ഓർമ്മ ഉണ്ട് എനിക്ക്. അന്ന് 5 പൈസക്ക് ഇല്ലാണ്ട് ചൂടുണ്ടാവില്ല. നല്ല വീടല്ലേ. ഒരിക്കൽ ഡെയിലി വിരുന്നാരായിരിക്കും. കുടുംബക്കാരൊക്കെ ഇവിടെ വരുമ്പോ കേറും. നേരെ മുമ്പിലേക്ക് അടിയായി. ഇവിടെ എൻഡായി. ഇവിടെ എൻഡായി. ഭയങ്കര 2 കിലോമീറ്റർ സെറ്റ് ആക്കിയല്ലേ. 2 കിലോമീറ്ററിന്റെ മുകളിലുണ്ട് വന്നു. അപ്പോൾ റെഡിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ബ്ലോക്കിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ബ്ലോക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ വാക്കിന് ഉള്ളിലേക്ക് പോകാത്തത്. നല്ല വണ്ടിയുണ്ട്, ഫുൾ തിരക്കാണ്. തിരിച്ചിട്ട് സെന്ററിൽ അതിലോട്ട് പോവാം. തിരിച്ചിട്ട് പോവാം. നമ്മൾ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ എൻട്രി നമ്മളെ കാവിയറിന് മുമ്പിലോട്ടുള്ള എക്സിറ്റ് നല്ല ബ്ലോക്കാണ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീന് ഒരു എക്സിറ്റ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വാക്ക്. എന്തായാലും ഒരു ഓൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നൈറ്റ് ലൈഫ് അടിപൊളിയായിരിക്കും ഇവിടെ മുഴപ്പിലങ്ങാട്. എന്തായാലും നല്ല വൈബുണ്ട്, അടിപൊളിയാണ്. ഇനി തിരക്കില്ലാത്തൊരു ദിവസം വന്നിട്ട് വാക്ക് വേ എക്സ്പ്ലോർ ചെയ്യാം. ഇത് സൺഡേ കൊണ്ട് തന്നെ നല്ല റഷാണ്. അതിലൂടെ ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐറ്റംസ്. അപ്പോൾ അങ്ങനെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.